എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ചെടിയും നീല പുഷ്പവും നിറഞ്ഞ പൈല് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ അല്ലാതെ ആരെയെങ്കിലും ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടോ? ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. എപ്പോഴും ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ആ വ്യക്തിയെ ഒരുപാട് പേര് അവഗണിച്ചിരുന്നു. ആ വ്യക്തി നിങ്ങളെ അല്ലാതെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റാരെങ്കിലോ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലോ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ചിരുന്നിരിക്കാം. അതിൻ്റെ ഓർമ്മകൾ ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ട്. ഒരുപക്ഷെ അവർ ആ വ്യക്തിയെ അവഗണിച്ചിരിക്കാനാണ് സാധ്യത. കാരണം ആ വ്യക്തിക്ക് അവരോട് താല്പര്യമുണ്ടായിരുന്നു, ആ വ്യക്തിക്ക് അവരോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തിയെ അവർ സ്നേഹിച്ചില്ല. അവർ ആ വ്യക്തിയെ അവഗണിക്കാനായിട്ട് ശ്രമിച്ചു. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഇന്നത്തെ പോലെ ജീവിതത്തിലൊരു മുന്നേറ്റമോ അല്ലെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ മുന്നേറുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അവർക്കുണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ ആ പ്രതീക്ഷ ഇല്ലാത്ത മൂലമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിത വിജയം അവർക്കുണ്ടാകില്ല എന്നുള്ളൊരു ധാരണ കൊണ്ടോ അവർ ആ വ്യക്തിയിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. ആ വ്യക്തി ജീവിതത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ നേടുമെന്നോ ആ വ്യക്തി ഇത്രയ്ക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നോ ഉള്ള ചിന്ത അവർക്കുണ്ടായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് അതിനേക്കാൾ മികച്ചതാണെന്ന് തോന്നുന്ന ഒരു ബന്ധത്തെ ലഭിക്കുകയോ ഈ വ്യക്തിയെ അവർ മോശമായി കാണുകയോ ഒക്കെ ചെയ്തിട്ടാകാം ആ വ്യക്തിയെ സ്നേഹിക്കാതെ അവർ കടന്നുപോയത്. ഏതായാലും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിലതൊരു വേദനയായിട്ടുണ്ടായിരുന്നു. കാരണം താൻ സ്നേഹിച്ച ഒരു ആൾ തന്നെ സ്നേഹിക്കാതിരിക്കുക, തന്നെ വില വെക്കാതിരിക്കുക, തന്നെ മനസ്സിലാക്കാതിരിക്കുക, അങ്ങനൊരു അനുഭവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്തു. പിന്നീടാണ് ആ വ്യക്തി തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള മോഹങ്ങളൊക്കെ മാറ്റി നിർത്തി ഇനി താനൊന്നും ആഗ്രഹിക്കാനില്ല, എന്നാൽ തനിക്കിതൊന്നും വേണ്ട, തനിക്കിതൊന്നും ആഗ്രഹിക്കാൻ കഴിയില്ല, അങ്ങനെയൊരു മനസ്സ് തൻ്റെ ഹൃദയത്തിലില്ല. എല്ലാവരും എന്നെ അവഗണിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ വ്യക്തി മാറി ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അടുക്കുന്നു. പക്ഷെ നിങ്ങൾ അടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരകൽച്ച തോന്നാൻ കാരണം ഇനിയും തന്നെ മറ്റുള്ളവർ പറ്റിക്കുമോ, വഞ്ചിക്കുമോ, അല്ലെങ്കിൽ ചതിക്കുമോ, അല്ലെങ്കിൽ വീണ്ടും താൻ ഓരോ മോഹങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് വിഷമമായിട്ട് ജീവിതത്തിൽ നിൽക്കണമോ എന്നുള്ള ആശങ്കയിൽ ആ വ്യക്തി ഒന്നിലേക്കും അടുക്കാൻ തയ്യാറാകുന്നില്ല. ആ സമയത്താണ് നിങ്ങൾ ആ വ്യക്തിയുടെ ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹവും താല്പര്യവും കരുതലും ആ വ്യക്തിക്ക് നൽകുന്നത്. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു പുതുജീവനായിരുന്നു, ഒരു രണ്ടാം ജന്മമായിരുന്നു. അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ആ വ്യക്തിയോട് കമ്മിറ്റ്മെൻറ്റുള്ള, ആ വ്യക്തിയോട് ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി വരുന്നത്. അങ്ങനെ ആ വ്യക്തി അത് സ്വീകരിക്കുന്നു. ഏറ്റവും നല്ല അർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങളോട് മാത്രമാണ് ആ വ്യക്തിക്ക് കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളെ മാത്രമാണ് ആ വ്യക്തിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ചും ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്രത്തോളം നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായിട്ടുള്ള പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങളെ അല്ലാതെ ആ വ്യക്തി മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരാകർഷണം നിങ്ങളോടല്ലാതെ മറ്റാരോടും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ആ വ്യക്തി എല്ലാത്തിനെയും വളരെ സ്നേഹത്തോടെ, എല്ലാത്തിനെയും വലിയ
താല്പര്യത്തോടെ വലിയ ഇഷ്ടത്തോടെ കാണുന്ന വ്യക്തിയാണ്. പക്ഷേ അധികമാരിലേക്കും കൂടുതൽ അടുക്കാൻ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ആ വ്യക്തിയുടെ ജീവിതം ഒരു മിതത്വം നിറഞ്ഞ ഒരു ജീവിതമാണ്. താൻ മറ്റ് ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കുന്നതിനേക്കാൾ നല്ലത് തൻ്റെ ജീവിതത്തിൽ തനിക്കിഷ്ടപ്പെട്ട ചില ജോലികൾ, ചില തൊഴിലുകൾ, തൻ്റെ ജീവിത ദൗത്യം, തൻ്റെ ജീവിത സ്വപ്നങ്ങൾ, അതുമായിട്ട് മുന്നോട്ട് പോയി ജീവിതം കൊണ്ടുപോവുക. അങ്ങനെ ഒരു വർക്കഹോളിക്കായിട്ടുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ ഒരു ജീവിതം, അതാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നതിനോ ഒന്നിൽ നിന്നും അമിതമായി ഒരു ആസക്തിയോ ഒന്നും ആ വ്യക്തി കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് വ്യക്തിപരമായ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളിലും ആ വ്യക്തി കൂടുതൽ ഒരു പരിധി വിട്ടുള്ള താല്പര്യം, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുമായി സംസാരിക്കണം, കൂടുതൽ ആളുകളുമായി ഇടപഴകണം, കൂടുതൽ ആളുകളുമായി തനിക്ക് കൂടുതൽ ആളുകളുടെ പിന്തുണ വേണം, അത്തരത്തിലുള്ള ഒരു ചിന്ത ആ വ്യക്തിക്കില്ല. എല്ലാത്തിൽ നിന്നും ഒതുങ്ങി മാറി താനും തൻ്റെ ചിന്താഗതിയും തൻ്റെ തൊഴിലും തൻ്റെ ജീവിത മാർഗങ്ങളുമായി ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ഒരിക്കലും ആ വ്യക്തിക്ക് അമിതമായി ഒരു താല്പര്യമോ അമിതമായൊരു ആസക്തിയോ ഒന്നുമില്ല. ആ വ്യക്തി ഔദ്യോഗിക ജീവിതത്തിൽ കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കും. കാരണം ഔദ്യോഗിക തലത്തിൽ ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുവഴി തൻ്റെ ജീവിതത്തിലെ ദൗത്യം, ഒരു ജീവിതത്തിൽ ഓരോ ദൗത്യം ഉണ്ടാവും. ആ ദൗത്യങ്ങൾ നിർവഹിച്ച് ഒരു നിമിഷം പോലും പാഴാക്കാതെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സമൂഹത്തിന് സേവനം നൽകുവാനും ഒക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി ഒരിക്കലും വ്യക്തിപരമായ ചിന്തകൾ കൊണ്ട് നടക്കുന്നില്ല. വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ദുഃഖങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി പൊതു താല്പര്യവും പൊതുവായ ദുഃഖങ്ങളെയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ആ വ്യക്തിയുടേത്. പക്ഷെ അതിൽ ഏതെല്ലാം തരത്തിൽ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ, ഏതെല്ലാം തരത്തിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുമോ, അതിനെക്കുറിച്ചൊക്കെ ആ വ്യക്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ ആ വ്യക്തിയെ ചുറ്റപ്പെട്ടു. ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാനും അതിൽ വിജയങ്ങൾ നേടുവാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് നേരിട്ട പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിക്കുള്ള പോകാനുള്ള മുന്നേറ്റങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഒരിക്കലും വ്യക്തിപരമായി ചിന്തിക്കുകയോ വ്യക്തിപരമായി കൂടുതൽ ആളുകളിലേക്ക് അടുക്കാനോ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ സ്വാഭാവികമായിട്ടും ആ വ്യക്തി ഇഷ്ടപ്പെടുകയും നിങ്ങളെ വിശ്വസിക്കാവുന്നൊരു വ്യക്തിയാണെന്ന് ആ വ്യക്തി കണ്ട് എടുത്തിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളോട് പോലും അമിതമായി മനസ്സ് തുറക്കാൻ ഇപ്പോഴും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഉള്ളതിൽ ആ വ്യക്തി കണ്ടുമുട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നിങ്ങളാണെന്നും നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനും നിങ്ങളോട് മനസ്സ് തുറന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങളെ സ്നേഹിച്ചാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. നിങ്ങളോട് മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അധികം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനോ അധികം ആളുകളുമായിട്ട് ജീവിതത്തിൽ കണ്ടെത്താനോ സംസാരിക്കാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. കുറഞ്ഞ രീതിയിൽ മാത്രമേ മനസ്സ് നിങ്ങളോട് പോലും തുറക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. ആ വ്യക്തി തൻ്റെ ഹൃദയത്തോട് അടുപ്പിക്കാൻ ഇഷ്ടപ്പെട്ട ഏറ്റവും അപൂർവമായ ഒരു വ്യക്തിയും വ്യക്തിത്വവും നിങ്ങൾ മാത്രമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.